എടോ മുകുന്ദ, താൻ അവൻ്റെ അടുത്തേക്ക് ചെന്ന് പെണ്ണിന് നിന്നെ ഇഷ്ടപ്പെട്ടില്ല, ആവശ്യമില്ലാതെ ഇവിടെ നിന്ന് സമയം കളയണ്ടെന്ന് പോയി പറഞ്ഞേക്ക്. ഇവൻ്റെ മോന്ന് കേട്ടിട്ട് എനിക്കെന്നെ ഇഷ്ടപ്പെടുന്നില്ല. അനിയ, നിങ്ങൾ കരുതുന്ന പോലെ ആ പയ്യനും... ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു മൂഡും എനിക്കില്ല. അവനോട് വരാൻ പറ. അവൻ്റെ മുഖം എനിക്കൊന്ന് കാണണം. അളിയോ, അവൻ പോവില്ലെന്നാ പറയുന്നേ. ശിവയെ കണ്ടിട്ടേ പോവുള്ളൂ അത്രേ. ഇവൻ ലൂസിഫർ സിനിമ ഫസ്റ്റ് ഷോ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാണല്ലോ. ഇവനെങ്ങാനും ശിവയെ കണ്ട പതുങ്ങിയിരുന്ന് മൂർഖനെ പോലെ കൊത്തും. കഴിഞ്ഞു. മോളെ, താങ്ക്സ് അമ്മേ. കണ്ടോ, വെളിയിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോ ഇവൻ ഇവിടെ ഇരുന്ന് അടിപൊളിയായിട്ട് ചെസ് കളിച്ചോണ്ടിരിക്കുക. ഞാൻ ജയിച്ചു. ജയിച്ചത് എന്നെ ഏട്ടനാ. അച്ഛാ, സംസാരിച്ചായിരുന്നു? സംസാരിച്ചൊക്കെ നോക്കി, പക്ഷെ പോവില്ലെന്ന്. നിന്നെ കണ്ടിട്ടേ പോവുള്ളൂന്ന്. ശരി അച്ഛാ. ഏട്ടാ, അങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. ചുമ്മാ ഇരിക്കടി. നീ എന്ത് കാര്യം ചെയ്തിരിക്കുന്നേ? ആർക്കായാലും വിഷമം ഉണ്ടാവും. നീ ചെന്ന് അവനെ ഒന്ന് സമാധാനിപ്പിക്കും. ശരിയമ്മേ. ഏട്ടാ വേണ്ട, അടങ്ങ്, ഞാൻ സംസാരിച്ചിട്ട് വരാന്നേ. ഇവൻ നാട്ടിൽ വരുമ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും. രാജന്റെ ഒരു ഗതികേടേ. വെട്ടാനും കുത്താനും മടിക്കാത്തവനായി ഡേവിഡ്. അവൻ കെട്ടാനിരുന്ന പെണ്ണിനെ പൊയ്ക്കൊണ്ട് വന്ന് ഇവൻ കല്യാണം നിർത്തിയിരിക്കുക. ഇവന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നാലേ ഇവന് അതിന്റെ വേദന മനസ്സിലാവും. ശിവേ, നോക്കിയും കണ്ട് നിന്നോണം. ശരി അച്ഛാ. വരുന്നുണ്ട്. വാ തുറന്ന എനിക്കിട്ടൊരു പണി ഉറപ്പാ. നമസ്കാരമുണ്ട്. മിണ്ടാതിരിക്കുന്നതാ നല്ലത്. അമ്മാവോ, രാധികയുടെ കല്യാണമാണെന്ന് അറിഞ്ഞല്ലോ. എന്താ ശരിയാണോ? അവളാരെയോ പ്രേമിക്കുന്നെന്നാണല്ലോ കേട്ടത്. സത്യ പറയുന്നേ? അമ്മാവോ, ജീവിതം എന്ന് വെച്ചൊരു വള്ളം പോലെയാ. അത് നന്നായിട്ട് തുഴയുന്നത് ആരാണോ അവരുടെ കയ്യിലാണ് നമ്മൾ വള്ളം കൊടുക്കേണ്ടത്. മതിയാക്കടാ, എനിക്കെല്ലാം മനസ്സിലായി. നിനക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ ഒരുത്തം വന്നിട്ടുണ്ട്. അവനോട് ഒന്ന് പറ. പക്ഷെ ഷോക്കാവരുത്. ഡാ ശിവേ, എന്നോട് സംസാരിക്കുമ്പോൾ അവനോട് സംസാരിച്ചാലേ നിന്നെ പഞ്ഞിക്കിടും. ഡാ, നീ അവിടെ തന്നെ നിന്നേ. എന്താണെങ്കിലും അവിടുന്ന് പറഞ്ഞാൽ മതി. കേക്കാം. എടോ അമ്മാവാ, പഞ്ഞിക്ക് എന്നെ പിഴിഞ്ഞ് ഞെവിടിയെടുക്കും. പോടാ. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വരാൻ പറഞ്ഞതാ. പൊയ്ക്കോ. ഡേവിഡ് സാർ, ഞാൻ വന്നത് സംസാരിക്കാൻ വേണ്ടിയാ. നിങ്ങളെപ്പറ്റി നാട്ടിൽ ഞാൻ അന്വേഷിച്ച് നോക്കി. അപ്പോൾ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് പൊക്കിയത്. തെറ്റായിപ്പോയെങ്കിൽ സോറി. ഞാൻ ആരാന്നറിയാതെ നീ പൊക്കിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് ആരാന്ന് കാണിച്ചു തരുമായിരുന്നു. നീ അറിഞ്ഞുകൊണ്ട് പൊക്കിയിരിക്കുക. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാൻ ഒരു സമയം വരും. നീ അപ്പം അറിയും. ഹീറോ സാർ. ആരാ? നിങ്ങൾ തന്നെ. കെട്ടുറപ്പിച്ച പെണ്ണിനെ വിട്ടു തന്നിട്ട് പോവല്ലേ? അപ്പം നിങ്ങളല്ലേ ഹീറോ? അവിടെ വെച്ച് തന്നെ പണി അങ്ങ് തീർക്കായിരുന്നു. എന്തിനാ വിട്ടു കളഞ്ഞ്? കാട്ടിപ്പോയി പുലിയെ വേട്ടയാടാൻ കഴിഞ്ഞില്ലെന്ന് വെച്ച് വീട്ടിലേക്ക് വന്ന് പൂച്ചയെ കൊന്നാ മതിയാവോ? ഇവൻ പൂച്ചയാടാ. ഇവനായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ വന്ന് പെടും. അന്ന് ഇവന് കമ്പം കെട്ടാ.
ശരത്തേട്ടൻ്റെ സംസാരിക്കാം. പോലെ മാലിച്ചി, സോറി മാലിച്ചി, പോലെ സോറി മാലിച്ചി. ചേച്ചി ഞാൻ ശരത്തേട്ടൻ്റെ സംസാരിക്കാം. ചേച്ചി എടാ ശിവേ, എന്താ എല്ലാം ഞാൻ ശരിയാക്കാം. ഇവന്റെ ഒരു കാര്യം പറഞ്ഞ കഷ്ടം തന്നെ. എടാ ശിവേ, ഇവന് ഒരു കാലത്തും എന്ന് എടുക്കേണ്ടതൊക്കെ എടുത്തോണ്ട് വാ. ഹോസ്റ്റലിലുള്ളവരുടെ കാര്യം പാവം. എടാ മോനെ, മാലിച്ചി, പോലെ. ശിവേ, എടാ ഒന്നുമില്ല, ആരുമില്ല, വാ. അവിടെ ആരുമില്ലടാ, നീ വാ. വാ മോനെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, വാ. മാലിച്ചി ഞാൻ കണ്ടത് വെച്ച പതുക്കെ അതൊന്ന് വാങ്ങടി. എന്നാ നീ കിടന്നു, മര്യാദയ്ക്ക് കിടന്നുറങ്ങ. നീ കിടക്കടി. എന്നാ പുതച്ചു. ഇനി എത്ര കാലം ഈ മാലയെ കുറിച്ച് നീ ഒന്നും ഓർത്തോണ്ടിരിക്കും? മിണ്ടാതെ കിടക്കുന്നുണ്ടോ? നാളെ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോണം.